ഒന്നാംഘട്ട വെടിനിർത്തൽ അവസാനിച്ചതോടെ ഗാസയിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണം. 300-ലധികം പേർ കൊല്ലപ്പെട്ടു, 150ഓളം പേർക്ക് പരിക്ക്. ഹമാസ് കേന്ദ്രങ്ങളിലാണ് ആക്രമണമെന്ന് ഇസ്രായേൽ. മാസമായി ബഹിരാകാശത്ത് കഴിയുന്ന സുനിത വില്യംസും ബുഷ് വിമോറും ഭൂമിയിലേക്ക്. ക്രൂ 9 സംഘവുമായി ഡ്രാഗൺ പേടകം ഭൂമിയിലേക്ക് യാത്ര തുടങ്ങി. 17 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നാളെ പുലർച്ചെ 3:30 ഭൂമിയിലെത്തും. പേടകം ലാൻഡ് ചെയ്യുക അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മെക്സിക്കൻ ഉൾക്കടലിൽ. കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ തമിഴ്നാട്ടുകാരായ ദമ്പതികളുടെ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊന്നത് 12 വയസ്സുകാരി. പ്രതിയായ കുട്ടി കുഞ്ഞിന്റെ പിതൃസഹോദരന്റെ മകൾ. ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞെന്ന് 12കാരി. കൊലയ്ക്ക് കാരണം വളർത്തച്ഛന് തന്നോടുള്ള സ്നേഹം കുറഞ്ഞതുകൊണ്ടെന്ന് മൊഴി. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കുമെന്ന് പോലീസ്. കടക്കൽ ദേവീക്ഷേത്രത്തിലെ ഗാനമേളയ്ക്കിടെ വിപ്ലവഗാനം ആലപിച്ചതിൽ ഹൈക്കോടതി വിമർശനം. ഭക്തരിൽ നിന്ന് ശേഖരിക്കുന്ന പണം ഇത്തരം പരിപാടികൾക്കുള്ളതല്ല. പണം കൂടുതൽ ഉണ്ടെങ്കിൽ അന്നദാനം നടത്തൂവെന്നും കോടതി. ഒരാഴ്ചയ്ക്കകം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സത്യവാങ്മൂലം നൽകണമെന്ന് ഹൈക്കോടതി. തിരുവനന്തപുരം കളക്ട്രേറ്റിലെ പരിശോധനയ്ക്കിടെ ജീവനക്കാർക്ക് തേനീച്ച കുത്തേറ്റു. കളക്ട്രേറ്റിലെ തേനീച്ചക്കൂട് ഇളകിയത് ബോംബ് ഭീഷണിയെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടെ. മാധ്യമപ്രവർത്തകർക്കും പരിക്ക്. സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫാറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനം വൈകും. റിയാദ് ക്രിമിനൽ കോടതി കേസ് വീണ്ടും മാറ്റിയതായി നിയമസഹായ സമിതി. കോടതി കേസ് മാറ്റിവെക്കുന്നത് 10ാം തവണ. കൊല്ലം ഉളിയക്കോവിലിലെ യുവാവിന്റെ കൊലപാതകത്തിന് കാരണം പ്രണയപ്പകയെന്ന് പോലീസ്. കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയും ജീവനൊടുക്കിയ പ്രതി തേജസ്സും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് FIR. പെൺകുട്ടി പ്രണയത്തിൽ നിന്ന് പിന്മാറിയതും മറ്റൊരു വിവാഹം നിശ്ചയിച്ചതും പ്രകോപനമെന്നും പോലീസ്. കുടിയേറ്റത്തിന്റെ മറവിൽ ഇടുക്കിയിൽ കയ്യേറ്റം അനുവദിക്കില്ലെന്ന് റവന്യൂ മന്ത്രി. ഇതുവരെ 295 ഏക്കർ ഭൂമി ഒഴിപ്പിച്ചു. ചൊക്രമുടിയിലും പരുന്തുംപാറയിലും കയ്യേറ്റങ്ങളിൽ നടപടിയെടുത്തെന്നും മന്ത്രി കെ രാജൻ നിയമസഭയിൽ. കുടിയേറ്റക്കാർ ബുദ്ധിമുട്ടുമ്പോൾ കയ്യേറ്റക്കാർ സ്വൈര്യവിഹാരം നടത്തുന്നുവെന്ന് പ്രതിപക്ഷം. ഇത്രയും കയ്യേറ്റമുണ്ടായിട്ടും നടപടി ഉണ്ടായില്ലെന്നും VD സതീശൻ. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് കഞ്ചാവ് സംഭരണ കേന്ദ്രമെന്ന് പോലീസ്. മറ്റു കോളേജുകളിലും എത്തിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തി. കച്ചവടത്തിന് നേതൃത്വം നൽകിയത് പൂർവ്വ വിദ്യാർത്ഥിയായ ഷാലി. ഒരു ബണ്ടിലിന് 6000 രൂപ കമ്മീഷൻ ലഭിച്ചിരുന്നുവെന്നും ഷാലിക്കിന്റെ മൊഴി. റെയിൽവേ ട്രാക്കിൽ ബോധരഹിതരായി കിടന്നവർക്ക് രക്ഷകനായി ലോക്കോ പൈലറ്റ്. സംഭവം ആലുവയ്ക്കും അങ്കമാലിക്കും ഇടയിൽ. രക്ഷയായത് ഷാലിമാർ എക്സ്പ്രസിലെ ലോക്കോ പൈലറ്റ് അൻവർ ഹുസൈന്റെ ഇടപെടൽ.